സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 ദിവസമായി കോഴിക്കോട് മുക്കത്ത് ഒരു സംഭവം നടന്നിട്ട് എന്നിട്ടും ഇതുവരെ പിന്നെ ആ ഒരു പാർട്ടി, അതായത് 3 പേരെ പിടികൂടാൻ ഇന്ന് വരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തിനധികം പറയുന്നു, ഇവരുടെ ഫോട്ടോ പോലും ഇതുവരെ പുറത്ത് എത്തിയിട്ട് കാണുന്നില്ല. അതായത് ഇവരെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഏതായാലും ആ മുക്കത്തുണ്ടായ സംഭവത്തെ പറ്റിയിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കേട്ടതിന് ശേഷം അതിനെപ്പറ്റി കുറച്ച് നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട്. കോഴിക്കോട് മുക്കത്ത് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിക്ക് വാട്സാപ്പിൽ മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായി ബന്ധു ഏഷ്യാനെറ്റ് ന്യൂസിനോട്. യുവതിയുടെ വിശ്വാസ്യത നേടിയെടുത്ത പ്രതി പലപ്പോഴായി പ്രലോഭിപ്പിച്ചിരുന്നതായും ബന്ധു ആരോപിച്ചു. 3 പേർ ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഹോട്ടലിനു സമീപത്തെ താമസ സ്ഥലത്തായിരുന്നു പെൺകുട്ടി. വനിതാ സഹപ്രവർത്തകർ അവധിയിലായിരുന്നതിനാൽ തനിച്ചായിരുന്നു യുവതി. ഈ നേരത്താണ് ഹോട്ടൽ ഉടമ ദേവദാസ്, റിയാസ്, സുരേഷ് എന്നിവർക്കൊപ്പമെത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത്. പ്രതികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്ന് ബന്ധു വ്യക്തമാക്കി. 40 മണിക്കൂറോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും 3 പ്രതികളും കിട്ടിയതായിട്ട് എന്റെ അറിവിലില്ല. ഒരു വിശ്വാസം നേടിയെടുത്തിരുന്നു അവളിൽ നിന്ന്. ബന്ധുവാണ്, നമ്മളെ അച്ഛനെ പോലെയാണ്. ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി. അപ്പൊ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മാസമായി മുക്കത്തെ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. ഇതിനിടെ യുവതിയുടെ വിശ്വാസ്യത നേടിയെടുത്ത ഹോട്ടൽ ഉടമ വാട്സാപ്പ് വഴി മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നതായി ബന്ധു വിശദീകരിച്ചു. ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു. മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് സാലറിയിൽ നിന്ന് അത് ഗിഫ്റ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഇഷ്യൂ തുടങ്ങി ആയതിനു ശേഷം ആ കുട്ടി ആ ഫോൺ തിരികെ കൊടുത്തു. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു 3 മാസമായിട്ട് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു 10 ദിവസം മുമ്പ് അയാളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. ആ സ്വഭാവം മാറിയപ്പോൾ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ട് വന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതായത് ഒരിക്കലും പിന്നീട് അവിടെ നിൽക്കരുത്. നമ്മൾ ഒരാളുടെ ഇത് മാറിക്കഴിഞ്ഞാൽ, അത് അയാൾ ഈ മോശമായ ചാറ്റുകൾ അയക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പുറത്തുവിടുകയാണ്. ഇന്ന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതായത് ഫേസ്ബുക്ക് പോലെ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിൽ കൂടെ വിട്ടാൽ മതിയായിരുന്നു. അല്ലാതെ എന്തുകൊണ്ടാണ് പിന്നെയും അവിടെ ജോലിക്ക് തുടർന്നത് എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് 40 മണിക്കൂർ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ 40-ന് മേലെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാത്തത്? ഇവരുടെയൊക്കെ പുറകിൽ ആരാണ്? അതുപോലെ തന്നെ ഈ ദേവദാസ് എന്ന് പറയുന്ന ഈ ഹോട്ടലിൻ്റെ മുതലാളിയുടെ ഭാര്യയ്ക്കും കൂടി ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. അതായത് അവരുടെ പങ്കിനെ പറ്റിയും അന്വേഷിക്കണം. ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ എന്നറിയില്ല, അവിടെയുള്ള എല്ലാവരോടും പെരുമാറുന്നത് ഈ തരത്തിൽ തന്നെയാണ്. ഏതായാലും ഈ 3 ആൾക്കാർ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അവരെവിടെയാണെന്നറിയില്ല, അവരെ പിടികൂടിയിട്ടില്ല. അവരുടെ പിന്നിൽ ആരാണ്? ഇനി വല്ല രാഷ്ട്രീയക്കാരുമുണ്ടോ? ആരോ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ഇവർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര ദിവസത്തോളം ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അതായത് ചെറിയൊരു പരാതി പോയാൽ തന്നെ പോലീസുകാർ അപ്പോൾ തന്നെ പോയിട്ട് തൂക്കിയെടുത്ത് അകത്തിരുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് ഈ 4 ദിവസം കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാത്രി കഴിഞ്ഞ സംഭവത്തിൽ, അന്ന് 11 മണിക്ക് കഴിഞ്ഞ സംഭവമാണ്, ഇന്ന് വരെയായിട്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് കോഴിക്കോട് പോലീസ്, മുക്കം പോലീസ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തൊരു നാണക്കേടാണ്. അതായത് ആ ബോച്ചനിൽ എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തൂക്കിയെടുത്ത് അകത്തിട്ടില്ലേ? അപ്പോൾ ഇത് സാധാരണക്കാരി ആയതുകൊണ്ടാണോ നിങ്ങൾക്കൊരു വിലയില്ലാത്തത്? ഇനി ഇത് സിനിമാ നടിയാകണമായിരുന്നോ? അല്ലെങ്കിൽ ഇത് ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരു ജീവനക്കാരിയാകണമായിരുന്നോ? അപ്പോൾ സാധാരണക്കാരുടെ ജീവൻ ഇത്രയേ വിലയുള്ളൂ എന്നുള്ളത് വീണ്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിൻ്റെ പേരോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പുറത്തു വിടുന്നില്ല. ഏതായാലും അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഹോട്ടൽ ഇനി പൂട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആ ഹോട്ടൽ അവിടെ തുറക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഹോട്ടൽ ഒന്ന് പൂട്ടിക്കുക, എന്നിട്ട് അവനൊരു സ്വീകരണവും കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഇവൻ ഹോട്ടലിന് അധികാരമില്ല, ഇനി ഹോട്ടൽ മുഴുവൻ ഇവൻ്റെ ഭാര്യയുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അതായത് ഈ ഹോട്ടൽ പൂട്ടാൻ പാടില്ലല്ലോ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നതാണ്, നല്ല രീതിയിൽ ഒരുപാട് പേര് കുടുംബം പുലർത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം വരാനുണ്ട്. അതായത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നാരികളും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ
എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അത് മാത്രമാണ് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അവരെ ബന്ധു പറയുന്നത് കേട്ടില്ലേ, അതായത് ഒരുപാട് ഡിജിറ്റൽ തെളിവുകളുണ്ട്, ആ വാട്സാപ്പ് മുഴുവൻ എന്ന് പറഞ്ഞ തെളിവുകളാണ്. അപ്പോൾ ഈ തെളിവുകൾ മാത്രം മതി അറസ്റ്റ് ചെയ്യാൻ. അതുപോലെ ഒരു പെൺകുട്ടി പറഞ്ഞതല്ലേ, അവരാൾക്കാണെങ്കിൽ പരിക്കും പറ്റിയിട്ടുണ്ട്, എന്നിട്ടും ഇവരാരും ഇതിന് ഒരു ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പരാജയം തന്നെയാണ്. അതായത് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അന്തിച്ചർച്ചയുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാരെല്ലാം ഉണരും. അത് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വനിത ഈ ഇതൊക്കെ ഉണ്ടല്ലോ, സംരക്ഷണമൊക്കെ ഉണ്ടല്ലോ, വരും. ഇപ്പോഴാരെയും കാണുന്നില്ല, ഒരാൾ പോലും പറയുന്നില്ല, ഒരാൾ പോലും അറസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. ഇനി അയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് ബന്ധമുണ്ടോ, ഇനി അതുമാത്രമല്ല ഈ ഹോട്ടലിൽ ബിനാമിയാണോ, ഇനി ഹോട്ടലിൽ തന്നെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റേതാണോ എന്നൊന്നും അറിയില്ല. ഇപ്പോഴങ്ങനെയാണല്ലോ നമ്മളെല്ലാം കാണുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകും. അതുണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ അവന് സുഖമായിട്ട് അവിടെ ഹോട്ടലിൽ നടത്താം എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോഴും നാളെ അറസ്റ്റ് ഉണ്ടോ എന്നറിയില്ല. ഇനി ഇവരുടെ തീരുമാനമുണ്ടോ, ഇനി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടോ, അല്ല ഇവർക്ക് ഒളിവിൽ പോകാനുള്ള സമയമാണോ അനുവദിച്ചു കൊടുത്തത്? അതായത് ശനിയാഴ്ച ഈ 11 മണിക്ക് സംഭവം നടന്നാൽ ഈ പെൺകുട്ടി പറയുന്നു എന്നെ ഇതുപോലെ ചെയ്തിട്ടാണ് ഞാൻ ആശുപത്രിയിൽ എത്തിയത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരെ അന്വേഷിച്ച് പോകാത്തത്? അല്ല എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്? അതാണ് മനസ്സിലാകാത്തത്. ഒരു ഭയങ്കരമൊരു സംഭവം തന്നെ നാട്ടിൽ നടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമീപകാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സമാധാനം മുഴുവൻ പോയിരിക്കുകയാണ്. അതായത് എല്ലാ ക്രിമിനലുകളും നാട്ടിൽ ഇങ്ങനെ വിരഹിച്ചു കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇവനൊക്കെ ഈ ഹോട്ടൽ ഉടമ എന്നൊക്കെ പറഞ്ഞാൽ പകൽമാന്യനാണ്. അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാന്യതയുടെ മുഖമൂടിയാണ്. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ 3 മാസത്തോളം ഈ പെൺകുട്ടിയെ ഞാൻ നിൻ്റെ രക്ഷിതാവാണ്, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നുള്ള തരത്തിൽ ഭയങ്കര വിശ്വാസം നേടിയെടുത്തു. ഈ പെൺകുട്ടി അങ്ങനെ എല്ലാവരോടും പറഞ്ഞത് ഇതാണ്, നല്ലൊരു മുതലാളിയാണ്, ഒരു കുഴപ്പമില്ല, അയാൾ എൻ്റെ രക്ഷിതാവിനെ പോലെ അച്ഛനെ പോലെയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അശ്ലീല മെസ്സേജുകൾ അയക്കുക, അതുപോലെ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പ്രേരിപ്പിക്കുക. ഇത്രയും വൃത്തികേടുകൾ നടന്നിട്ടുണ്ട്. ആ വൃത്തികേട് നടന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ചാമ്പിയിട്ട് അവിടുന്ന് ഇറങ്ങി വരണമായിരുന്നു. അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള മൃഗങ്ങൾ എടുക്കാൻ ഒരിക്കലും താമസിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇവരുടെ ലോഡ്ജിൽ അവിടെ വന്നിട്ട് ഇവരുടെ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിനോ എന്നറിയില്ല. അതായത് ആരും പുറത്ത് പറയാത്തതാണോ, ഇനി ഏതെങ്കിലും ഫാമിലിയിലെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവർ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അവരൊക്കെ ചിലപ്പോഴും നാണക്കേട് കൊണ്ട് പരാതി പറയാതിരുന്നതാണെങ്കിലോ ഇനിയൊരു പ്രശ്നം വേണ്ട, അല്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെ ഈ പരാതിയൊന്നും ഇല്ലാത്തതാണെങ്കിലോ അറിയില്ല. അവിടെ മറ്റുള്ള ജോലിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഹോട്ടൽ ഇനി അവിടെ വേണ്ട, അത് പൂട്ടുക തന്നെ വേണം. അത് പൂട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ ചോദ്യം ചെയ്യുക തന്നെ വേണം. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ്റെ കീപ്പുകളായിരിക്കാം, ചിലപ്പോൾ പിന്നെ വെളിയിൽ നിന്ന് ഇവൻ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. അങ്ങനെ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ചെറിയ തോതിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി ഇവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പ്രതികരിക്കണം കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ ഒരു ലൈക്ക് എനിക്കൊരു അംഗീകാരമായിട്ട് തരുകയും വേണം. നന്ദി, നമസ്കാരം.